മേക്കറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സ്റ്റുഡൻസിനും സ്വാഗതം. ഇന്ന് നമുക്ക് A-line കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നോക്കാം. നമുക്ക് കട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രൗൺ ഷീറ്റ്, കത്രിക, സ്കെയില്, പെൻസില്, ഫ്രഞ്ച് കർവ്, ടേപ്പ്. ഒരു ഫുൾ ബ്രൗൺ ഷീറ്റ് നേരെ പകുതിയായി മടക്കുക. എന്നിട്ട് ഫോൾഡിങ് ഏരിയയിൽ 1/4 ഇഞ്ചിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ് പോർഷനിൽ 1 ഇഞ്ച് സീമിന് വേണ്ടി കൊടുക്കാം. ആ പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് നമുക്ക് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഇവിടെ ഫുൾ ലെങ്ത്ത് തന്നേക്കുന്നത് 43 ഇഞ്ചാണ്. ആ 43 ഇഞ്ച് നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ഡെപ്ത്ത് അല്ലെങ്കിൽ ചെസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് താഴേക്ക് ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ചെസ്റ്റ് ലെങ്ത്ത് അല്ലെങ്കിൽ ആം ഹോൾ ഡെപ്ത്ത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണത്തിൻ്റെ 1/4 ഭാഗത്തോട് 1 ഇഞ്ച് കുറച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ചെസ്റ്റ് ലെങ്ത്ത്. ഇതിൽ നമുക്ക് സാധാ മീഡിയം സൈസ് ആൾക്ക് 1 ഇഞ്ചും തടിയുള്ള ആളാണെങ്കിൽ 2 ഇഞ്ചും ഇനി കുട്ടികൾക്കാണെങ്കിൽ 1/2 ഇഞ്ചുമാണ് കുറയ്ക്കേണ്ടത്. ഇവിടെ നമുക്കൊരു മീഡിയം സൈസ് വണ്ണമായതുകൊണ്ട് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് കിട്ടിയേക്കുന്നത് 30.5 ആണ്. ആ 30.5 ഡിവൈഡഡ് 4 മൈനസ് 1 ഇഞ്ചാണ് നമ്മുടെ എത്രയാണോ കിട്ടുന്നത് അതാണ് ചെസ്റ്റ് ലെങ്ത്ത്. അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണമായ 30.5നോട് 5ൻ്റെ 4 ഭാഗത്തോട് 1 ഇഞ്ച് കുറച്ചാൽ കിട്ടുന്ന എത്രയാണോ അതാണ് നമ്മുടെ ചെസ്റ്റ് ലെങ്ത്ത് അല്ലെങ്കിൽ ആം ഹോൾ ഡെപ്ത്ത്. അത് നമുക്ക് കിട്ടുന്നത് 6.625 ആണ്. ഇത് നമുക്ക് റൗണ്ട് ചെയ്ത് ഒരു 6.5 ആയിട്ട് എടുക്കാം. അപ്പം നമുക്കിവിടെ ചെസ്റ്റ് ലെങ്ത്ത് കിട്ടിയേക്കുന്നത് 6.5 ആണ്. ഈ 6.5 നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെസ്റ്റ് ലെങ്ത്ത് അല്ലെങ്കിൽ ആം ഹോൾ ഡെപ്ത്ത്. നമുക്ക് ഷോൾഡർ കണ്ടുപിടിക്കാം. ഷോൾഡറിൻ്റെ ഇക്വേഷൻ 1/2 ഓഫ് ഷോൾഡർ ടു ഷോൾഡർ ആണ്. നമുക്കിവിടെ ഷോൾഡർ ടു ഷോൾഡർ തന്നേക്കുന്നത് 14 ഇഞ്ചാണ്. അതിൻ്റെ പകുതിയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. 14 ഇഞ്ചിൻ്റെ പകുതി വരുന്നത് 7 ഇഞ്ചാണ്. നമ്മളിവിടെ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് തയ്ക്കുന്നതുകൊണ്ടാണ് 1 ഇഞ്ച് മൈനസ് ചെയ്യാത്തത്. അല്ലാത്ത വശം 1 ഇഞ്ച് മൈനസ് ചെയ്യണം. ഇനി നമുക്ക് ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. മാറിപ്പോയത് ചെസ്റ്റ് ലെങ്ത്ത് താഴോട്ടാണ് കൊടുത്തേക്കുന്നത്, ഷോൾഡർ ഇങ്ങോട്ടേക്കും സൈഡിലോട്ടും. നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാം. അതിൻ്റെ ഇക്വേഷൻ നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗത്തോട് 1 ഇഞ്ച് കൂട്ടിയാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ചെസ്റ്റ് ലൈന്, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം. ഇവിടെ ഞാൻ ലൂസ് ഫിറ്റ് ആയതുകൊണ്ട് കേട്ടോ 1 ഇഞ്ച് കൊടുത്തേക്കുന്നത്, 3/4 ഇഞ്ചാണ് സാധാ കൊടുക്കുന്നത്. അപ്പോൾ 30.5 നമ്മുടെ ചെസ്റ്റ് റൗണ്ട്, അതേ ഡിവൈഡഡ് 4 പ്ലസ് 1 ഇഞ്ച് എത്രയാണോ അതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം. നമുക്കിവിടെ കിട്ടുന്നത് 8.625 ആണ്. ഇത് റൗണ്ട് ചെയ്ത് നമുക്ക് 8.5 ആയിട്ട് എടുക്കാം. ആ 8.5 ഇഞ്ച് നമ്മൾ ചെസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മനസ്സിലായല്ലോ? ചെസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നേരെ സൈഡിലോട്ട് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് സ്ക്വയറായി മേലത്തെ ഷോൾഡറിൻ്റെ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്യാം. ഷോൾഡറിൻ്റെ ആ പോയിന്റിൽ നിന്ന് നേരെ താഴത്തേക്ക് സ്ക്വയറായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്, അല്ലാണ്ട് ചെരിച്ചിട്ടല്ല കേട്ടോ, സ്ക്വയറായിട്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. അതിനായിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോളിന് വേണ്ടി താഴേന്ന് മേലത്തേക്ക് 1 ഇഞ്ചും
ബാക്ക് ആം ഹോളിന് വേണ്ടി ആ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് കോണിച്ചിട്ട് 1 ഇഞ്ചും മാർക്ക് ചെയ്യാം. നമുക്കിനി ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യാം. നമ്മുടെ ഷോൾഡർ എപ്പോഴും ചെരിഞ്ഞിട്ടാണുള്ളത്, നേരെയല്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ചെരിവ് ക്ലോത്തിലും കൊണ്ടുവരാൻ വേണ്ടി ഷോൾഡറിൻ്റെ ആ പോയിന്റിൽ നിന്ന് താഴേക്ക് 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ പോയിന്റിൽ നിന്ന് ഷോൾഡറിൻ്റെ ആ മെഷർമെൻറ്റിലേക്ക് ഒന്ന് ചെരിച്ച് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ആ ഷോൾഡറിൻ്റെ ആ പോയിന്റിൽ നിന്ന് ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൻ്റെ പകുതി കണ്ടുപിടിക്കാം. സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഫ്രണ്ട് ആം ഹോൾ ഷേപ്പിന് വേണ്ടിയാണ്. ഉള്ളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്ത് ഈ പോയിൻറ്റിലൂടെ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൽ ചെയ്യുന്ന പോലെ 1/2 ഇഞ്ചിൽ തൊട്ട് താഴത്തേക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഫ്രീ ഹാൻഡായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് സെൻറ്റർ കണ്ടുപിടിക്കുക, എന്നിട്ട് 1/2 ഇഞ്ച് ഉള്ളിലോട്ട്. കുട്ടികൾക്കാണെങ്കിൽ 1/4 ഇഞ്ച് മതി, വലിയവർക്ക് 1/2 ഇഞ്ച്. ഇനി നമുക്ക് ബാക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അത് ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ആ 1 ഇഞ്ച് കോണിച്ച് വരച്ചതിലേക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാം, അതായത് നെക്കിൻ്റെ വീതി. അത് കണ്ടുപിടിക്കാൻ നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 12-1 ഭാഗം എത്രയാണോ അതാണ് നമ്മുടെ നെക്കിൻ്റെ വീതി. നമുക്കിവിടെ തന്നേക്കുന്നത് 30.5 ആണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ട്. ആ 30.5 ഡിവൈഡഡ് 12 എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ നെക്കിൻ്റെ വീതി. മിനിമം ഇത്രയാണ് വേണ്ടത്. ഇനി കസ്റ്റമറിന് നല്ല വൈഡായിട്ടാണ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. അപ്പം 30.5 ഡിവൈഡഡ് 12 നമുക്ക് കിട്ടുന്നത് 2.5 ഇഞ്ചാണ്. ഇവിടെ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് സൈഡിലോട്ട്, അതായത് ഷോൾഡറിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്ത ആ ലൈനിൽ തന്നെയാണ് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. 2.5 ഇഞ്ച് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് സൈഡിലോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് നോക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് വരുന്നത് 6.5 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് വരുന്നത് 5 ഇഞ്ചുമാണ്. അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് സ്ക്വയറായിട്ട് വരയ്ക്കാം. അതായത് നെക്ക് വിഡ്ത്തിൽ നിന്ന് താഴോട്ടേക്ക് നെക്ക് ഡെപ്ത്ത് എവിടെയാണോ വരുന്നത് അവിടേക്ക് നമുക്ക് സ്ക്വയറായിട്ട് വരയ്ക്കാം. ഇവിടെ ചെസ്റ്റ് ലെങ്ത്തും ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്തും സെയിം ആയിട്ടാണ് കിട്ടിയത്. നമുക്ക് സ്ക്വയറായിട്ട് വരയ്ക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്നൊരു ഷേപ്പ് ഫ്രഞ്ച് കർവ് വെച്ചോ അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ടോ. ഞാനിപ്പോൾ ഒരു റൗണ്ട് നെക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഏത് നെക്കാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ റൗണ്ട് നെക്കാണ് ഷേപ്പ് ചെയ്തത്. അത് ബാക്ക് നെക്കാണ് 5 ഇഞ്ച് വരുന്നത്. പിന്നെ ഫ്രണ്ട് നെക്ക് 6.5 ഇഞ്ച് ഡെപ്തും വരുന്നത്. ഇനി നമുക്ക് ബോട്ടം ഷേപ്പ് കൊടുക്കാം. അതിന് നമുക്ക് ആദ്യം എ ലൈൻ ഷേപ്പാണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ വേസ്റ്റ് ലെങ്ത്ത് എടുക്കുന്നില്ല, കാരണം നമ്മളിത് ഷേപ്പ് ലെസ്സായിട്ടാണ് അടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു സ്ക്വയർ വരച്ചു കൊടുക്കാം. നമ്മൾ ചെസ്റ്റ് വിഡ്ത്ത്, അതായത് ചെസ്റ്റിൻ്റെ വണ്ണം എത്രയാണോ എടുത്തത്, അതായത് 8.5 നമ്മൾ എടുത്തത്, ആ 8.5 താഴെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ക്വയർ ഒന്ന് വരച്ചു കൊടുക്കാം. ഷേപ്പ് ലെസ് ഷേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് ലെങ്ത്തും വേസ്റ്റ് വിഡ്ത്തും മാർക്ക് ചെയ്തിട്ട് ഷേപ്പിൽ നിന്നാണ് നമ്മൾ എ ലൈൻ ഷേപ്പ് വരയ്ക്കാറ്. കുട്ടികൾക്കൊക്കെ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്, കാരണം അവർക്കൊന്നും ഷേപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് ഈ ഒരു ഇതിലാണ് ചെയ്യുന്നത്. നമ്മൾ ചെസ്റ്റിൻ്റെ വിഡ്ത്തിൽ നിന്നാണ് എ ലൈൻ ഷേപ്പ് വരയ്ക്കുന്നത്. ഇനി നമുക്ക്
ഞാനിവിടെ എ ലൈൻ ഷേപ്പിന് വേണ്ടി ഒരു 5 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ മതിയാവും. ഇത് കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം ഇപ്പോൾ ഓവർ ഫ്ലെയർ വേണേൽ അതിനനുസരിച്ച് കൂട്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. താഴെ പോയിന്റിൽ നിന്ന് മേലോട്ടേക്ക് 1 ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം, തൂങ്ങിപ്പോവാതിരിക്കാൻ. ഇപ്പം ഇതാണ് നമ്മുടെ മൊത്തത്തിൽ കറക്റ്റ് അളവ്. ഇനി നമുക്ക് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം സീമിന് വേണ്ടി. കാരണം സ്റ്റിച്ച് ചെയ്യുമ്പം അതിന് എക്സ്ട്രാ ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് താഴെ ബോട്ടം പാർട്ടിൽ 1 ഇഞ്ച് കൊടുക്കാം. അതിൽ കാണിക്കുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക, സീം ഇട്ട് കൊടുക്കുക. 1 ഇഞ്ച് താഴെ ആ ഷേപ്പിൽ നമ്മൾ ബോട്ടത്തിൽ കൊടുത്ത ഷേപ്പിലൂടെ വേണം 1 ഇഞ്ച് മാർക്ക് ചെയ്യുക സീമിടാൻ. സൈഡിലും 1 ഇഞ്ച് തന്നെയാണ് നമുക്ക് സീം വേണ്ടത്. സീം കൊടുക്കുക. ഈ സീം ഇട്ടതിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ വരച്ചത് സ്റ്റിച്ചിങ് ലൈനാണ്, ഈ കട്ടിങ് ലൈനാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി ആം ഹോളിൻ്റെ അടുത്തെത്തി. ആം ഹോളിൻ്റെ അടുത്ത് നമുക്ക് ബാക്കും ഫ്രണ്ട് സെപ്പറേറ്റ് സീം ഇട്ട് കൊടുക്കണം. ആദ്യം ബാക്കിൽ 1/2 ഇഞ്ച് വെച്ചാണ് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ സീം ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആദ്യം ബാക്ക് സൈഡിൽ നമുക്ക് സീം ഇട്ട് കൊടുക്കാം 1/2 ഇഞ്ച്. സൈഡിൽ നിന്നേ തുടങ്ങണം കേട്ടോ 1/2 ഇഞ്ച്. ഇനി ഫ്രണ്ടിൻ്റെ ആം ഹോൾ ഷേപ്പ് സീം ഇട്ട് കൊടുക്കാം. അതും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് സെയിം ആയിരിക്കും. അവിടെ നിന്ന് ആ ഉള്ളിലത്തെ ഷേപ്പിലൂടെ നമുക്ക് 1/2 ഇഞ്ച് സീം ഇട്ട് കൊടുക്കാം. നമുക്ക് ഷോൾഡർ സീം ഇട്ട് കൊടുക്കാം. നമ്മൾ ആ 1/4 ഇഞ്ചിട്ട ലൈനിൽ നിന്ന് വേണം 1/2 ഇഞ്ച് മേലോട്ടേക്ക് സീം ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് ആ ലൈനാണ് വേണ്ടത്, ചെരിച്ചിട്ടുള്ള. അപ്പോൾ ആ ചെരിഞ്ഞ ലൈനിൽ നിന്ന് മേലോട്ടേക്കാണ് 1/2 ഇഞ്ച് സീം ഇട്ട് കൊടുക്കുന്നത്. ഇനി നെക്കിൻ്റെ അവിടെ വരുന്നത് നമുക്ക് 1/4 ഇഞ്ച് വെച്ചാണ് നെക്കിൻ്റെ അവിടെ നമുക്ക് സീം കൊടുക്കണ്ടേ. അത് ഫ്രണ്ടും ബാക്കും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരുമിച്ച് 1/4 ഇഞ്ചിൽ സീം ഇട്ട് കൊടുക്കാം. നമ്മൾ മടക്കി അടിക്കേണ്ടടുത്ത് 1 ഇഞ്ചും ജോയിൻ ചെയ്യുന്നിടത്ത് 1 ഇഞ്ചോ 1/2 ഇഞ്ചോ. പിന്നെ നെക്കിന് 1/4 ഇഞ്ച് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത് ആയതുകൊണ്ടാണ് 1/4 ഇഞ്ച് കൊടുക്കുന്നത്. ആദ്യം ബാക്ക് സീം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ ഷേപ്പിലൂടെ സീം ഇട്ട് കൊടുക്കാം. 1/4 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കട്ടിയിൽ വരച്ചിട്ടുണ്ട് സീം ലൈന്. ഇപ്പം നമ്മുടെ എ ലൈൻ കുർത്തേൻ്റെ മെഷർമെൻറ്റ് മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്യാം.